അന്ന് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ സ്ഥാനം കിട്ടിയില്ല, കാരണം ഒരു അലങ്കാര പദവി മാത്രമേ വയ്ക്കാൻ പറ്റുള്ളൂ. അതെങ്കിലും അദ്ദേഹത്തിന് കൊടുത്താൽ മതിയായിരുന്നു. കാരണം അന്ന് 54 പേരുണ്ടെങ്കിൽ നമുക്ക് പ്രതിപക്ഷ സ്ഥാനം കിട്ടുള്ളൂ. അപ്പം അന്ന് 45 മറ്റു സീറ്റേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് സ്ഥാനം കിട്ടിയില്ല. എന്നാലും ആ പദവി വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇദ്ദേഹമാണ് എന്ന് പറഞ്ഞ് അതിരഞ്ജന് പകരം. പക്ഷെ അത് കൊടുത്തില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെ പലപ്പോഴും തഴയുകയും അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള അവസരം പോലും പലപ്പോഴും കൊടുക്കാറില്ലായിരുന്നു എന്നുള്ളതാണ്. കൊടുത്താൽ മറ്റ് സാധാ മെമ്പേഴ്സിന് കിട്ടുന്ന പോലെ 2-3 മിനിറ്റ് കൊടുത്ത് ഒഴുപ്പി വിടുന്ന പരിപാടിയാണ് നടന്നിരുന്നത്. ഇത് അദ്ദേഹത്തിനെ വളരെയധികം വേദനിപ്പിച്ചു, ചൊടിപ്പിച്ചു. അങ്ങനെയാണ് G23 സംഘത്തിലേക്ക് അദ്ദേഹം ചെന്ന് ചാടിയത്. അപ്പോൾ അവരെല്ലാം കൂടെ ചേർന്ന് ദേശീയ നേതൃത്വം വളരെ ഡെമോക്രാറ്റിക് ആവണം, മാറണം, കഴിവുള്ളവരെ കൊണ്ടുവരണം എന്നൊക്കെയുള്ള ആശയങ്ങളുമായിട്ട് അദ്ദേഹവും മുന്നോട്ട് പോയത് അങ്ങനെയാണ്. എന്നാൽ അതൊന്നും ആ പാർട്ടിയിൽ ഏശിയില്ല എന്ന് കണ്ടപ്പോഴാണ് തക്കത്തിന് ഒരു സന്ദർഭത്തിൽ AICC പ്രസിഡൻ്റാകാൻ മല്ലികാർജുന ഖാർഗെക്ക് കാർപ്പറ്റ് വിരിക്കുന്നു. ആ സമയത്താണ് ശശി തരൂർ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം വന്നിരുന്നതിലും അതെ. അപ്പോഴാണ് ശശി തരൂർ പറഞ്ഞത് അത് അങ്ങനെ പറ്റില്ല, പാർട്ടിയിൽ ഡെമോക്രസി വേണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.